പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പെരിന്തൽമണ്ണയിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരിന്തൽമണ്ണ MLA എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത്. നമ്മുടെ എല്ലാവരുടെയും എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ കാത്തിരുന്ന ഒരു സ്വപ്നമിത യാഥാർത്ഥ്യമാവുകയാണ്. നമ്മളുടെ പ്രതീക്ഷകൾക്ക് ചിറക് മുളച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഏറെ ആധിയോടെ പറഞ്ഞൊരു കാര്യം നമ്മുടെ ട്രാഫിക് പ്രോബ്ലം ആയിരുന്നു. നമ്മുടെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ ഒരുപാട് പേർ ദിനേന എന്നോണം എത്ര ബുദ്ധിമുട്ടുകളാണ് നമ്മളെ അറിയിച്ചിരുന്നത്. അതിന് ശാശ്വത പരിഹാരമാകുന്ന ഓരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഈ പദ്ധതിയുടെ പിറകിലുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ യോഗങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഒരിക്കൽ പോലും നമ്മളോട് കനിവ് കാണിച്ചിരുന്നില്ല. ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് മുമ്പേ കഠിനാധ്വാനം ചെയ്ത ജനപ്രതിനിധികളുണ്ട്. സൂപ്പി സാഹിബ് മുതൽ മഞ്ഞളാംകുടി അലി സാഹിബ് മുതൽ നിരവധി ആളുകളുണ്ട്. ഈ ബജറ്റിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി വാക്കുപാലിച്ച പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ, ഞാൻ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആദ്യമായി ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പെരിന്തൽമണ്ണ വരുമ്പോൾ ഒരു വാക്ക് അദ്ദേഹം ജനങ്ങളോട് പ്രഖ്യാപിച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ബജറ്റിൽ ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് ഉണ്ടാകും. ഇത് ബജറ്റ് രേഖയിൽ വന്നത് മാത്രമല്ല, നിയമസഭയിൽ അദ്ദേഹം അതിമനോഹരമായി വളരെ കൃത്യതയോടെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി 10 കോടി അനുവദിച്ചിരിക്കുന്നു. 10 കോടി പ്രാരംഭ നടപടികളുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ റെയിൽവേ ലാൻഡ് അക്വിസിഷന് വേണ്ടിയായിരിക്കാം ഉപയോഗിക്കുക. അത് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു പദ്ധതിക്ക് വേണ്ടി ഇത് ബജറ്റിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എനിക്ക് ഏറ്റവും വലിയ സഹായം നൽകിയ 2 പേരുണ്ട്. അത് പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ആദരണീയനായ നമ്മുടെ പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ്. 2 പേരും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനുമായി നേരിട്ട് ഇക്കാര്യത്തിൽ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഈ സന്തോഷം അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. എൻ്റെ പെരിന്തൽമണ്ണയിലെ വോട്ടർമാരോട് ഞാൻ സാഭിമാനം പറയുന്നു, UDF അധികാരത്തിൽ വന്ന 1 മാസം കഴിയുമ്പോഴേക്കും നമ്മളത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ ബജറ്റ് റീഅറേഞ്ച്മെന്റ് ബജറ്റ് മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ബജറ്റിനകത്ത് റീഅറേഞ്ച്മെന്റ് മാത്രമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ബജറ്റാണ്. പക്ഷെ കഴിഞ്ഞ 1 മാസക്കാലം ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പിന്തുടർന്നത് ഈ ഒരൊറ്റ ഫയലിലായിരുന്നു. കാരണം പ്രിയപ്പെട്ട VDക്ക് മുമ്പിൽ ആയിരക്കണക്കിന് ആവശ്യങ്ങളുടെ കുന്നുകൂടി നിൽക്കുമ്പോഴും പെരിന്തൽമണ്ണയെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. ഈ സർക്കാർ നമ്മെ ചേർത്ത് പിടിച്ചു. ഈ ബജറ്റിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന്റെ ഒരു ചെറിയ ചരിത്രം കൂടി പറയാം. കഴിഞ്ഞ 5 വർഷക്കാലം പലരും ചോദിച്ചു എന്നോട്, എന്താണ് ബൈപ്പാസിന് വേണ്ടി ഒന്നും ചെയ്യാത്തത്? പലരും പറഞ്ഞു ഇത് പാഴ്വാക്കുകൾ മാത്രമാണ്, ഇത് പൊട്ടീസാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വെറും പ്രചരണായുധമാണ്. പക്ഷെ നിങ്ങൾ അറിയണം, 5 വർഷം മുമ്പ് ഞാൻ 2021 തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജനങ്ങൾ ആകെ പറഞ്ഞ ഒരു കാര്യം, നമുക്കൊരു ബൈപ്പാസ് മതി, മറ്റെന്തിനേക്കാളും പ്രധാനം അതാണെന്നായിരുന്നു. ആ ബൈപ്പാസിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യമായി MLA ഓഫീസിൽ നമ്മളൊരു സർവകക്ഷി യോഗം അന്ന് ചേരുകയുണ്ടായി. ആ യോഗത്തിൽ എല്ലാ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. വ്യവസായ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഹോസ്പിറ്റൽ അധികാരികൾ പങ്കെടുത്തിരുന്നു. നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരുണ്ടായിരുന്നു. ഞാൻ വ്യാപാരികളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും പ്രയാസമാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഗതാഗതക്കുരുക്കിന്റെ പരിക്കേൽക്കുന്നവർ. ഹോസ്പിറ്റലുകളിലേക്ക് വരുന്ന രോഗികളെ ഓർക്കുന്നു. അവരാണ് എത്രയും വേഗം എത്തിച്ചേരേണ്ട ഒരു റോഡിൽ വെച്ച് ജീവിതം അവസാനിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ചികിത്സ വൈകിപ്പോകുന്നത്. നമ്മുടെ കുട്ടികളെ ഓർക്കുന്നു, അധ്യാപകരെ ഓർക്കുന്നു. അവരാണ് സമയത്ത് സ്കൂളിലും ക്ലാസ്സിലും എത്താൻ കഴിയാതെ പോകുന്നത്. ഉദ്യോഗസ്ഥന്മാരെയും ജീവനക്കാരെയും ഓർക്കുന്നു. അവരാണ് ഈ ഗതാഗതക്കുരുക്കിൽ വഴിയിലാകുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഓർക്കുന്നു. അവരാണ്, അവരുടെ സമയമാണ് റോഡിൽ പൊലിഞ്ഞു പോകുന്നത്. അതിന് ശാശ്വത പരിഹാരമാകുന്ന എലവേറ്റഡ് ഹൈവേ ആണ് നമ്മുടെ പ്രപ്പോസൽ. അന്ന് 5 വർഷം മുമ്പ് നമ്മൾ ആ മീറ്റിംഗ് ചേരുമ്പോൾ ആ യോഗത്തിൽ വെച്ച് നമ്മളൊരു തീരുമാനമെടുത്തു.
ഇത് PPP മോഡലാണെങ്കിൽ പോലും അതിൻ്റെ 25% പെരിന്തൽമണ്ണയിൽ നിന്ന് ജനകീയമായി നമുക്ക് സമാഹരിച്ച് ഗവൺമെന്റിന് നൽകാം. ഗവൺമെന്റിന് മുമ്പിൽ ഞാൻ നിരവധി മീറ്റിങ്ങുകൾ ചേർന്നു. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അബ്രഹാമുമായി ഞാൻ നേരിട്ടിരുന്നു. മീറ്റിംഗിൽ അദ്ദേഹം വളരെ സന്തോഷകരമായി പറഞ്ഞു, ഇങ്ങനെ ഒരു PPP മോഡൽ വർക്കാവുകയാണെങ്കിൽ അത് പെരിന്തൽമണ്ണയിൽ മാത്രമല്ല കേരളത്തിന് തന്നെ ഒരു പുതുമയുള്ളതാകും. ഒരു റോഡ് നാട്ടുകാർ കൂടി ഇൻവെസ്റ്റ് ചെയ്ത് സമ്മാനിക്കുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, പക്ഷെ ആ ഫയൽ മുന്നോട്ട് പോയില്ല. കാരണം ഇടതുപക്ഷം ആ ഫയലിൽ അനുകൂല നിലപാടെടുത്തില്ല. പക്ഷെ എനിക്ക് ഒരിക്കലും ദുഃഖമുണ്ടായില്ല. ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയും ചെയ്തില്ല. പിന്നീട് തുടർന്ന് അതിനുവേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. നിങ്ങൾ ഓർക്കണം, ഇതിന്റെ ഫയൽ ഓൾറെഡി അക്വിസിഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ റവന്യൂ അധികാരികൾ ഇതിന്റെ ഭൂമി അളന്നിട്ടുണ്ട്. ഇത് കടന്നു വരുന്നത് പാടങ്ങളിലൂടെ ആയതുകൊണ്ട് ജലത്തിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ സമ്പൂർണമായ എലവേറ്റഡ് ഹൈവേ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി നേരത്തെ ഗവൺമെന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ മുൻഗാമികളായിട്ടുള്ള അലി സാഹിബ് ആവട്ടെ, മഞ്ഞളാംകുഴി അലി സാഹിബ് ആവട്ടെ, സൂപ്പി സാഹിബ് ആവട്ടെ, അന്ന് അവരുടെ എഫേർട്ട് ഉണ്ടായിരുന്നു. അന്നാണ് ഇതിനു വേണ്ടി ആറോബിക്ക് വേണ്ടി ഗവൺമെന്റ്, കഴിഞ്ഞ മുൻ ഗവൺമെന്റ് ആദ്യം ഒരു പണമടച്ച്, ഈ ഫയൽ നേരത്തെ തന്നെ ഓപ്പൺ ആയിരുന്ന ഒരു ഫയലാണ്. പക്ഷെ പണം ലഭിക്കാത്തതിന് കൊണ്ട് മാത്രം മുടങ്ങിപ്പോയതായിരുന്നു. ആ ROBക്ക് വേണ്ടി നമ്മൾ ഏതാണ്ട് 13 ലക്ഷം രൂപയോളം അന്ന് റെയിൽവേയിൽ നമ്മൾ അടച്ചിരുന്നു. അതെല്ലാം ഞാൻ പൊടി തട്ടിയെടുത്തു. അതിന്റെ പിറകെ നടന്നു. ഞങ്ങൾ NHുമായി സംസാരിച്ചു, NHAIയുമായി സംസാരിച്ചു, കേന്ദ്ര ഫണ്ടിന് പിറകെ സഞ്ചരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ 5 വർഷത്തെ യാത്രകളാണ്. ഒരുപക്ഷെ ഇതിന്റെയൊക്കെ പിറകിലുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഏറ്റവും മനസ്സ് നിറഞ്ഞ് നിങ്ങളോട് പറയട്ടെ, ഈ കഠിനാധ്വാനം സഫലമായിരിക്കുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ബജറ്റ് പ്രസംഗത്തിൽ അഭിവന്ദ്യനായ മുഖ്യമന്ത്രി ഇത് പേരെടുത്ത് പരാമർശിക്കുമെന്ന്. ആയിരക്കണക്കിന് പദ്ധതികൾ ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടും. അതിനുവേണ്ടിയുള്ള പുസ്തകം ബജറ്റ് പ്രസംഗത്തിന് ശേഷം MLA-മാർക്ക് ലഭിക്കും. നമ്മുടെയൊക്കെ മണ്ഡലത്തിലേക്ക് വരുന്ന എല്ലാ വലിയ പ്രവർത്തനങ്ങളും ആ ബജറ്റ് പ്രസംഗത്തിന്റെ ശേഷം ലഭിക്കുന്ന ബജറ്റ് പുസ്തകത്തിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷെ ഒരു ഗവൺമെന്റ് അതിന്റെ മോസ്റ്റ് പ്രയോറിറ്റിയായി എടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ ഈ പദ്ധതികൾ പൂർത്തിയാകാൻ ഇനിയും വർഷങ്ങളെടുക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് UDF സർക്കാർ നടത്തിത്തരുമെന്ന പ്രഖ്യാപനം ആദരണീയനായ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ സന്തോഷം ഒരുപക്ഷെ മറ്റൊന്നും ലഭ്യമാകാനില്ല. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ആളുകൾക്ക് മുമ്പിൽ നൽകിയ ഏറ്റവും വലിയൊരു വാഗ്ദാനമുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ഈ ബൈപ്പാസ് 100% നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. അപ്പൊ തടസ്സങ്ങൾ നീങ്ങുക എന്നത് ഒരു നിരന്തരമായ പ്രയത്നത്തിന്റെ ഭാഗം മാത്രമാണ്. ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് നിവേദനം നൽകിയ നിരവധി ആളുകളുണ്ട്. ഞാൻ അവരോടെല്ലാം ഈ നിമിഷത്തിലെ നമ്മുടെ കൂട്ടായ സന്തോഷത്തിന്റെ, ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ വാക്കുകൾ പറയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും, ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ഒരു സാധാരണ കുട്ടി മുതൽ ഒരു സാധാരണ വ്യക്തി മുതൽ കച്ചവടക്കാരും ഹോസ്പിറ്റലിലെ ജീവനക്കാരും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ എല്ലാവരും, ഇപ്പൊ നമുക്ക് അങ്ങാടിപ്പുറം പാലം അതൊരു ബോട്ടിലിനൊക്കെയായി നിൽക്കുമ്പോൾ ആ പാലത്തിന് ഇനി പുതിയ സാധ്യതകളെല്ലാം അടഞ്ഞുപോയ ഒരു സാഹചര്യമാണുള്ളത്. അത് നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ആ പാലം അനിവാര്യമായിരുന്നു. ഇന്നത്തെ കാലത്ത് ആ പാലം മാത്രം പരിഹാരമല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് മാത്രമാണ്. ഇനിയും ബൈപ്പാസുകൾ വരട്ടെ, ഇനിയും റോഡ് നവീകരണങ്ങൾ വരട്ടെ, ഇനിയും നമുക്ക് നിരവധി കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ. പക്ഷെ ഒരു വിസ്മയം ഈ ബജറ്റിൽ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തോടുള്ള നന്ദി ഒരിക്കലും അവസാനിക്കുകയുമില്ല. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ആ വലിയ നേട്ടം നമ്മളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പുതിയ വികസന കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്.
ആ സ്വപ്നത്തിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഈ ബൈപ്പാസ് സാധ്യമാകും. പെരിന്തൽമണ്ണ ഫാസ്റ്റ് ഗ്രോവിംഗ് സിറ്റികളിൽ പ്രധാനമാണ്. കേരളത്തിലെ ഏറ്റവും വേഗം വളരുന്ന ഒരു നഗരമാണ് പെരിന്തൽമണ്ണ. നമുക്കൊട്ടേറെ സ്വപ്നങ്ങൾ പെരിന്തൽമണ്ണയുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു പ്ലാൻഡ് സിറ്റിയായി പെരിന്തൽമണ്ണ മാറണമെന്ന ആഗ്രഹമുണ്ട്. അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്തുകളെല്ലാം വികസിക്കപ്പെടണം. ഇന്നത്തെ പ്രസംഗത്തിലെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ VD സതീശൻ പറഞ്ഞ, ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാന വാചകം. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഇനി 5 വർഷം കൊണ്ട് പരമാവധി ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ നമുക്ക് നവീകരിക്കുന്നതിനുള്ള പദ്ധതി ആലോചിക്കണം എന്നാണ്. അത് തീർച്ചയായിട്ടും പടിപടിയായി ഇനി നമുക്കതിലേക്ക് വരാം. ഞാൻ ഒരിക്കലും ഈ 2026 കൂട്ടിച്ചേർക്കപ്പെടുന്ന ബജറ്റിൽ ഇത്ര വലിയൊരു അംഗീകാരം പെരിന്തൽമണ്ണക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത്ര വലിയ തുകയും പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാനം ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, എനിക്കൊരു 5 കോടി രൂപയെങ്കിലും ഇത് തുടങ്ങാൻ എന്ന നിലയിൽ ബജറ്റിൽ അനുവദിച്ചു തരണമെന്നാണ്. അദ്ദേഹം അതിന്റെ ഇരട്ടി അനുവദിച്ചു തരിക മാത്രമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അത് തന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി ഈ പ്രോജക്റ്റ് ഗവൺമെന്റിന്റേതാണെന്ന് നിയമസഭയ്ക്ക് മുമ്പാകെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നന്ദി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനും പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും നന്ദി. അവരാണ് എൻ്റെ കൂടെ ഈ വലിയ സ്വപ്നം ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കാൻ കൂടെ നിന്നത്. തീർച്ചയായും നമ്മൾ മുന്നോട്ട് പോകും. ഈ 5 വർഷം നമുക്ക് തടയപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവരും. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന വലിയൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് നമ്മുടെ ജില്ലാ ആസ്പത്രിയാണ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതോടൊപ്പം ഒരു ഹോസ്പിറ്റൽ സിറ്റിയിൽ ഏറ്റവും തലയുയർത്തി നിൽക്കേണ്ടത് ഒരു സർക്കാർ ആസ്പത്രിയാണ്. ഈ സ്വകാര്യ ആസ്പത്രികളുടെ മേധാവിയായി നിൽക്കേണ്ടത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്ന ഒരു ജില്ലാ ആസ്പത്രിയുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ജബ്ബാർ ഹാജിയും ഞങ്ങളും അതിനുവേണ്ടി വലിയ ഇരുത്തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതോടൊപ്പം മുൻഗണനയോടെ സാധാരണക്കാരുടെ ചികിത്സാ സൗകര്യങ്ങൾക്കെല്ലാം മെച്ചപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം കൂടി വരാനിരിക്കുന്നു. അത് ജില്ലാ ആസ്പത്രിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ യാത്രയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം. 5 വർഷം കൊണ്ട് നമുക്ക് ഈ പദ്ധതി പൂർത്തിയാക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരാം. നിങ്ങൾ കൂടെ ഉണ്ടാകണം. നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കണം. ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളൊപ്പം ഉണ്ടാകണം. നമുക്ക് ഒരു മനോഹരമായ എലവേറ്റഡ് ഹൈവേ ഓറോടം പാലത്ത് നിന്ന് ആരംഭിച്ച് നമ്മുടെ ബൈപ്പാസിലേക്ക് ഇറങ്ങുന്ന ഒരു മനോഹരമായ രാജപാതയുണ്ടാക്കണം. അത് 10 വർഷത്തെ ഗതാഗത കുരുക്കിന് അവസാനിപ്പിക്കാനല്ല, 50 വർഷം മുന്നോട്ട് കണ്ട് 30 മീറ്റർ വീതിയിൽ അത് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ അടുത്ത തലമുറയോട് നമുക്ക് നീതി ചെയ്യാനാകും. എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം നിന്ന, വോട്ട് ചെയ്ത 38-ൽ നിന്ന് 32,000 വോട്ടാക്കി എന്റെ ഭൂരിപക്ഷം ഉയർത്തിയ 1,04,000 വോട്ട്, 1,80,000 വോട്ട് പോൾ ചെയ്തപ്പോൾ അതിൽ 1,04,000 ആളുകളും എന്നെ പിന്തുണച്ചതിന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്കിതാ ഈ സമ്മാനം സമർപ്പിക്കുന്നു. നന്ദി. Okay.